നമ്മൾ പോകുന്നത് ഇന്ന് കോടതിക്ക് മുന്നിൽ എത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കേസിന്റെ വിവരങ്ങളിലേക്കാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്ന് വളരെ നിർണായക ദിവസമാണ്. രണ്ടാമത്തെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് മുൻകൂർ ജാമ്യം നൽകിയതിനെതിരെ ഹൈക്കോടതിയിൽ സർക്കാർ നൽകിയ ഹർജി ഇന്നാണ് പരിഗണിക്കുന്നത്. ഇതോടൊപ്പം രാഹുലിന് മുൻകൂർ ജാമ്യം നൽകിയതുമായി ബന്ധപ്പെട്ട കേസിൽ വിശദമായ വാദവും ഇന്ന് കേൾക്കുന്നുണ്ട്. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകൾ പ്രഥമ ദൃഷ്ട്യാ ജാമ്യം നിഷേധിക്കാൻ മതിയായതാണെന്ന് സർക്കാർ ഈ രണ്ടാമത്തെ കേസിന്റെ മുൻകൂർ ജാമ്യം എതിർത്തുകൊണ്ടുള്ള ഹർജിയിൽ പറയുന്നുണ്ട്. ബലാത്സംഗ കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഇന്ന് രാഹുൽ ഹാജരാകില്ല എന്നൊരു പ്രധാനപ്പെട്ട വിവരം കൂടിയുണ്ട്. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രനും ഒപ്പം ഡാൻ കുര്യനും ചേരുന്നുണ്ട്. ആദ്യം ആജ്ഞയിലേക്ക്. ആജ്ഞ, രണ്ട് ബലാത്സംഗ കേസുകളും രണ്ട് തരത്തിൽ ഇന്ന് കോടതിക്ക് മുന്നിൽ എത്തുന്നു. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നിൽ വിശദമായ വാദം കേൾക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ വിവരങ്ങൾ ഉണ്ടാകും. മറ്റൊന്ന്, സർക്കാർ ശക്തമായി എതിർക്കുന്നുണ്ട് ഈ മുൻകൂർ ജാമ്യം നൽകിയ നടപടിയെ. എന്തൊക്കെയാണ് ഇന്ന് കോടതിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ശ്രീജ, ഈ രണ്ട് കേസുകളും ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് നിർണായകമാണ്. പ്രത്യേകിച്ചും നേരത്തെ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്ന സെഷൻസ് കോടതി നടപടി ചോദ്യം ചെയ്തുകൊണ്ട് സർക്കാരാണ് അപ്പീൽ നൽകിയിരിക്കുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇൻവോൾവ്മെന്റ് ഇക്കാര്യത്തിൽ ഇല്ല എന്നും അതല്ലെങ്കിൽ അത്തരത്തിൽ ബലാത്സംഗ കുറ്റം പ്രഥമദൃഷ്ട്യാ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നും ഉള്ള കോടതിയുടെ, സെഷൻസ് കോടതിയുടെ ഇത്രയും ഡീപ്പായിട്ടുള്ള ഒരു അസസ്മെന്റ് ശരിയായില്ല എന്ന് തന്നെയാണ് സർക്കാർ കോടതിയെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് പ്രത്യേകിച്ചും രണ്ടാമത്തെ പരാതിയിൽ എടുത്തിട്ടുള്ള തീരുമാനം, തിരുവനന്തപുരം സെഷൻസ് കോടതിയുടെ തീരുമാനം ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട് എന്ന് കാണിച്ചു തന്നെയാണ് ഈ സർക്കാർ ഹൈക്കോടതിയിൽ എത്തുന്ന സാഹചര്യമുള്ളത്. പ്രത്യേകിച്ചും ഈ രണ്ട് കേസുകളും, അതായത് നേരത്തെ മുൻകൂർ ജാമ്യത്തിൽ നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ അതിൽ കൂടുതൽ വാദം കേൾക്കേണ്ടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ രണ്ട് കേസുകളും ഇന്ന് പരിഗണിക്കും. അത് അറസ്റ്റ് തടഞ്ഞ കേസിലാണ് ആദ്യം ഹൈക്കോടതിയിൽ വാദം കേൾക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ശ്രീജ, ശരി. ഡാൻ കുര്യൻ കൂടി വിവരങ്ങൾ നൽകും. രണ്ട് കേസുകളാണ് ഇന്ന് ഹൈക്കോടതിക്ക് മുന്നിൽ എത്തുന്നത്. ഇതിൽ ആദ്യത്തേത് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ മുൻകൂർ ജാമ്യം നൽകിയ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം നൽകിയ സെഷൻസ് കോടതി നടപടിക്കെതിരെ സർക്കാർ നൽകിയ ഹർജിയാണ്. ഇതിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകളൊക്കെ ഈ ജാമ്യം നിഷേധിക്കാൻ മതിയായ തെളിവുകളാണ് എന്ന് കാണിച്ചുകൊണ്ടാണ് കോടതിയിലേക്ക് സർക്കാർ പോകുന്നത്. ആദ്യത്തെ കേസിൽ വിശദമായ ഒരു വാദവും ഇന്ന് കേൾക്കും. അതിനിടയിലാണ് രാഹുൽ ഇന്ന് ഹാജരാകില്ല എന്ന വിവരങ്ങൾ വരുന്നത്. ഡാൻ കുര്യനാണ് വിശദാംശങ്ങൾ നൽകുക. ഡാൻ, ഈ ജാമ്യ വ്യവസ്ഥയിൽ ഒരു പ്രധാനപ്പെട്ട വ്യവസ്ഥ എല്ലാ ആഴ്ചയും ഹാജരാകണം, അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം എന്നതായിരുന്നു. അതൊക്കെ അംഗീകരിച്ചുകൊണ്ടാണല്ലോ സാധാരണ ജാമ്യം കൊടുക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് രാഹുൽ ഹാജരാകില്ല എന്ന നിലപാടെടുക്കുന്നത്? എല്ലാ ആഴ്ചയും എന്നല്ല, 2 തിങ്കളാഴ്ചകളിൽ ഒരു തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഹാജരാകണമെന്നാണ് ഈ ജാമ്യ വ്യവസ്ഥയിൽ, മുൻകൂർ ജാമ്യ വ്യവസ്ഥയിൽ വ്യക്തമാക്കിയിരുന്നത്. അതേസമയം ഇന്ന് ഹാജരാകാതിരിക്കുന്നതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകുന്ന വിശദീകരണം, രാഹുൽ മാങ്കൂട്ടത്തിന് ഇതുമായി ബന്ധപ്പെട്ട രേഖാമൂലമുള്ള ഒരു നോട്ടീസും ഒരു വിവരങ്ങളും അന്വേഷണ സംഘം കൈമാറിയിട്ടില്ല. എവിടെ വരണമെന്നോ അല്ലെങ്കിൽ ആരെ കാണണമെന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന കോടതിയുടെ അടക്കമുള്ള ഈ വിധിയുടെ പകർപ്പോ അത് തന്റെ കൈവശം നേരിട്ടെത്തിയിട്ടില്ല. അതോടൊപ്പം ഉദ്യോഗസ്ഥരാരും അങ്ങനെ ഒരു കാര്യം പറഞ്ഞ് ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് രാഹുലിന്റെ വിശദീകരണം. സ്വാഭാവികമായി ഇന്ന് ഈ രണ്ട് കേസുകളും, അതായത് സർക്കാർ നൽകിയിരിക്കുന്ന അപ്പീലും അതോടൊപ്പം തന്നെ ഹൈക്കോടതിയിൽ രാഹുൽ നൽകിയിരിക്കുന്ന മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിശദമായ വാദം കേൾക്കലും, ഇത് രണ്ടും ഇന്ന് നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അതിന്റെ ഒരു തീരുമാനം അറിഞ്ഞതിന് ശേഷമേ അന്വേഷണ സംഘവും ഏതെങ്കിലും ഒരു തുടർ നീക്കങ്ങളിൽ കടക്കുകയുള്ളൂ. കാരണം കഴിഞ്ഞ ദിവസം പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ വിവരങ്ങൾ കോടതിയിൽ പ്രോസിക്യൂഷൻ കൈമാറിയിട്ടും മൊഴിപ്പകർപ്പടക്കം കൈമാറിയിട്ടും രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം ലഭിക്കാതിരുന്നത്, അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം ലഭിച്ചത് എന്തുകൊണ്ടാണ് എന്നതിൽ വലിയൊരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. അതിൽ വലിയൊരു അതൃപ്തിയുമുണ്ട് പ്രോസിക്യൂഷനെ. കാരണം അതുകൊണ്ട് തന്നെയാണ് അപ്പീൽ പോകാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ തിടുക്കത്തിൽ എത്തുകയും ചെയ്തത്. എന്തായാലും ഇന്ന് അനുകൂലമായൊരു തീരുമാനം വരുമെന്ന പ്രതീക്ഷയിലാണ് പ്രോസിക്യൂഷൻ ഉള്ളത്. എന്തായാലും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വിധിയുടെ അല്ലെങ്കിൽ തുടർ നീക്കങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അന്വേഷണ സംഘവും രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഒരു തുടർ നീക്കങ്ങളിലേക്ക് കടക്കുകയുള്ളൂ. അതുവരെ മറ്റേ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയോ രേഖാമൂലം കത്ത് കൈമാറുകയോ നോട്ടീസ് നൽകുകയോ അത്തരത്തിലുള്ള ഒരു നടപടികളും ഉണ്ടായേക്കില്ല എന്ന് തന്നെയാണ് വിവരം.
അങ്ങനെയെങ്കിൽ ഇനി അറിയാനുള്ളത് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ രണ്ട് കേസുകളും പരിഗണിക്കുന്നത് പ്രോസിക്യൂഷൻ രണ്ട് ബെഞ്ചുകളിലാണ് ഇത് എത്തുന്നത്. പക്ഷേ രണ്ട് ഇടങ്ങളിലും ഈ രണ്ട് കേസുകളെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു വാദമായിരിക്കും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നടക്കം ഉണ്ടാകുക എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവിടെ കോടതി എന്ത് നിലപാടെടുക്കുമെന്നതാണ് ഇനി അറിയാനുള്ളത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് എന്തായാലും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകില്ല. ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവുകളൊട്ടും രാഹുലിന് കിട്ടിയിട്ടില്ല എന്നതാണ് ഇതിന് നൽകുന്ന വിശദീകരണം. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ച കേസിൽ രാഹുൽ ഈശ്വർ ഇപ്പോഴും റിമാൻഡിൽ കഴിയുകയാണ്. രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷയും ഇന്ന് കോടതിക്ക് മുന്നിലെത്തുന്നുണ്ട്. ഇതോടൊപ്പം സന്ദീപ് വാര്യർ, രഞ്ജിത പുളിക്കൽ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ കൂടി കോടതി പരിഗണിക്കും. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷകൾ പരിഗണിക്കുന്നത്. പോലീസ് റിപ്പോർട്ട് ഹാജരാക്കാത്തതിനാൽ കഴിഞ്ഞ 2 തവണയും വാദം കേൾക്കുന്നത് മാറ്റിവെച്ചു.